ജ്ഞാനത്തിൻ്റെ രഹസ്യം. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. അത് എന്നേക്കും അവിടുത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിൻ്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ വചനമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ശാശ്വതമായ നിയമങ്ങളാണ് അവളുടെ മാർഗം. ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു? ആർക്കാണ് ജ്ഞാനത്തിൻ്റെ അറിവ് വെളിപ്പെട്ടിരിക്കുന്നത്? അവളുടെ അനുഭവ സമ്പത്ത് ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം. എൻ്റെ പ്രിയ കുഞ്ഞെ, ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണെന്നും അതെങ്ങനെ നിവൃത്തിയാക്കാമെന്നും മനസ്സിലാക്കാൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് നീ പരിശ്രമിക്കുന്നു. എന്നാൽ അതിൽ നീ പരാജയപ്പെട്ടു പോകുന്നു. ഇനി ഏതെങ്കിലും വഴിയുണ്ടോ എന്നാണ് പിന്നെ നീ ചിന്തിക്കുക. എൻ്റെ പദ്ധതികളിലും മാതൃകയിലുമാണ് ഇപ്പോൾ നീ ശ്രദ്ധിക്കേണ്ടത് എന്ന് നിനക്കറിഞ്ഞുകൂടെ? മറ്റുള്ളവയെല്ലാം മായാമോഹങ്ങളാണ്. അവ സൂര്യതാപത്തിൽ പ്രഭാതമഞ്ഞെന്ന പോലെ അപ്രത്യക്ഷമാകും. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് അവസാനമുണ്ടാവാതിരിക്കട്ടെ. നിന്റെ വിശ്വാസം എന്നിൽ, നിന്റെ അമ്മയിൽ അർപ്പിക്കുക. അപ്പോൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളും നീ പ്രാർത്ഥനയോടെ നേരിടും.